വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. പത്തനംതിട്ടയിലെ ഒരു അടിപൊളി പ്രൊമോയാണ് നിങ്ങൾ കാണാൻ പോകുന്നത്. അപ്പോൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ വീഡിയോ കാണുന്നതെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കാം. അതുപോലെ തന്നെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുത്. അഭിയാണെങ്കിൽ ഇപ്പോൾ നവ്യനെ കാണാനായിട്ട് ഇടയ്ക്കിടെ അവരുടെ വീട്ടിലേക്ക് പോകുന്നുണ്ടല്ലോ. അങ്ങനെ ഒരു ദിവസം നവ്യനെ കാണാനായിട്ട് അവരുടെ വീട്ടിലേക്ക് പോകുന്ന അഭിയാണെങ്കിൽ അവിടെ എല്ലാവരോടും വളരെ നല്ല സ്നേഹത്തിലാണ് കേട്ടോ സംസാരിക്കുന്നത്. എല്ലാവരുടെ സ്നേഹവും ശ്രദ്ധയും ഒക്കെ പിടിച്ചു പറ്റാനായിട്ട് നല്ല രീതിയിൽ തന്നെ അഭി അഭിനയിക്കുന്നുണ്ട് എല്ലാവരുടെ മുന്നിലും. അങ്ങനെ നവ്യയാണെങ്കിൽ അഭിനെ മുറിയിലേക്ക് വിളിച്ചിട്ട് പോകും. മുറിയിലേക്ക് ചെന്നിട്ട് അവരിങ്ങനെ ഓരോ കാര്യങ്ങൾ സംസാരിച്ചിരിക്കുകയാണ്. നവ്യയുടെ ആരോഗ്യം ശ്രദ്ധിക്കണം, ഡെലിവറിക്ക് ഡേറ്റ് അടുത്ത് വരികയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അഭി സംസാരിച്ചിരിക്കുകയാണ്. അങ്ങനെ സംസാരിച്ചിരിക്കുന്ന സമയത്താണെങ്കിൽ നവ്യയുടെ അമ്മ വന്നിട്ട് അഭിനെ ഭക്ഷണം കഴിക്കാൻ വിളിക്കുകയാണ്. അങ്ങനെ അഭിയും നവ്യയും എല്ലാവരും കൂടിയിട്ട് ഭക്ഷണം കഴിക്കാൻ പോകും. അങ്ങനെ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞിട്ട് അഭിയാണെങ്കിൽ നവ്യയോടും എല്ലാവരോടും യാത്രയൊക്കെ പറഞ്ഞിട്ട് കാറിൽ കയറുന്ന സമയത്ത് നവ്യ പറയും, എനിക്ക് ഒന്ന് പുറത്ത് പോകണം, ഞാൻ വെറുതെ വീട്ടിലിരിക്കില്ലേ, എനിക്ക് വല്ലാണ്ട് ബോറടിക്കുന്നുണ്ട്, നമുക്കൊന്ന് പുറത്ത് ചുറ്റിയിട്ട് വന്നാലോ എന്ന് ചോദിക്കും. അപ്പോൾ അഭി പറയും അതിനിപ്പോൾ എന്താ പോകാലോ പറഞ്ഞിട്ട് അങ്ങനെ അഭിയും നവ്യയും കൂടി ഒരുമിച്ച് പോവാണ്. പോകുന്ന സമയത്ത് അഭി അവിടെ നവ്യ പറയും, എനിക്ക് ഐസ്ക്രീം കഴിക്കണമെന്നുണ്ട്, ഒന്ന് ഐസ്ക്രീം മേടിച്ച് തരുമോ എന്ന് ചോദിക്കും. അങ്ങനെ അഭിയാണെങ്കിൽ നവ്യനെ കാറിലിരുത്തിയിട്ട് ഐസ്ക്രീം മേടിക്കാൻ പോവുകയാണ്. ഈ സമയത്ത് നവ്യ എന്തോ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് കാറിനുള്ളിൽ ഡ്രോപ്പ് ഒന്ന് ഓപ്പൺ ചെയ്യും. ഓപ്പൺ ചെയ്യുന്ന സമയത്ത് അതിനുള്ളിൽ ഒരു മൊബൈൽ ഉണ്ടാവും. നവ്യ ആ മൊബൈൽ കണ്ടിട്ട് കയ്യിലെടുത്തിട്ട് അത് ഓൺ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ അത് ഓൺ ആവത്തില്ല. പക്ഷേ എന്തോ സംശയം തോന്നിയിട്ട് നവ്യയാണെങ്കിൽ ആ മൊബൈൽ എടുത്തിട്ട് നവ്യയുടെ ബാഗിനുള്ളിലിടും. ബാഗിലിട്ടിട്ട് ഒന്നും അറിയാത്ത പോലെ അഭിയുമായിട്ട് പുറത്തേക്കൊക്കെ ചുറ്റുന്നുണ്ട്. ചുറ്റിയിട്ട് വീട്ടിലെത്തുന്ന നവ്യയാണെങ്കിൽ നയനയെ വിളിച്ചിട്ട് പറയും, ഇങ്ങനെ അഭിയുടെ കാറിൽ നിന്ന് എനിക്കൊരു മൊബൈൽ കിട്ടി, അത് ഓൺ ചെയ്യാൻ ശ്രമിച്ചിട്ട് ഓൺ ആവുന്നില്ല, എനിക്കെന്തോ ആ മൊബൈൽ കണ്ടിട്ട് വല്ലാത്തൊരു ടെൻഷൻ. അപ്പോൾ നയന അത് നോക്കിയിട്ട് പറയും, ഇല്ല, ഇത് നമ്മൾ ഓൺ ചെയ്താൽ ശരിയാവില്ല, ഇത് ഏതെങ്കിലും മൊബൈൽ സ്റ്റോറിൽ കൊണ്ട് കൊടുത്താലേ ശരിയാവത്തുള്ളൂ, അത് ഏത് മൊബൈൽ സ്റ്റോറിലാണ് നമ്മളിപ്പോൾ കൊണ്ട് കൊടുക്കാമെന്ന് ചോദിക്കുമ്പോൾ നവ്യ പറയും, നന്ദുവിൻ്റെ ഒരു പഴയ ഫ്രണ്ട് വർക്ക് ചെയ്യുന്ന മൊബൈൽ സ്റ്റോർ എനിക്കറിയാം, നമുക്ക് അവിടെ പോകാൻ വേണ്ടി രണ്ടുപേരും കൂടിയിട്ട് അവിടെ പോകും. പോയിട്ട് നവ്യ ആ ചെക്കനോട് പറയും, ഇതെൻ്റെ പഴയ മൊബൈലാണ്, ഇത് കുറേ നാളായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നുണ്ടായിരുന്നില്ല, ഇതിൻ്റെ പാസ്വേഡൊക്കെ ഞാൻ മറന്നുപോയി, ഇതിപ്പം ലോക്ക് എടുക്കാൻ നോക്കിയിട്ട് പറ്റുന്നില്ല, നീ ഒന്ന് സഹായിക്കും ചോദിക്കുമ്പോൾ അദ്ദേഹം പറയും, ഈ മൊബൈലിൽ ഇപ്പോൾ ചാർജ് ഇല്ലല്ലോ, ചാർജ് ആവാൻ കുറച്ച് സമയം എടുക്കുമെന്ന് പറയും. അങ്ങനെ നവ്യയാണെങ്കിൽ നവ്യയുടെ നമ്പർ കൊടുക്കുന്നുണ്ട്, ഈ ചാർജ് ആയി കഴിഞ്ഞാൽ ഈ നമ്പറിൽ നിങ്ങൾ എനിക്ക് ഈ മൊബൈലിലുള്ള ഫയൽസൊക്കെ ട്രാൻസ്ഫർ ചെയ്ത് തന്നാൽ മതി എന്ന് പറഞ്ഞിട്ട് പോകും. അങ്ങനെ പോയിട്ട് അവർ പുറത്തുനിന്ന് ഇങ്ങനെ സംസാരിക്കുന്ന സമയത്താണെങ്കിൽ അവളുടെ മൊബൈലിലേക്ക് ആ ഫയൽസൊക്കെ ആ ചെക്കനാണെങ്കിൽ സെൻഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടാവും. അങ്ങനെ നവ്യയാണെങ്കിൽ ആ മെസ്സേജസൊക്കെ ഓപ്പൺ ചെയ്ത് നോക്കുവാണ്. ആ മെസ്സേജസൊക്കെ ഓപ്പൺ ചെയ്ത് നോക്കി കഴിയുമ്പോഴാണെങ്കിൽ നവ്യ ആകെ ഞെട്ടിപ്പോവാണ്. എന്താണെന്ന് വെച്ചാൽ അഭി നേരത്തെ ഒരുത്തിന് കാശ് കൊടുത്തിട്ട് നവ്യേൻ്റെ ഫോട്ടോസൊക്കെ എഡിറ്റ് ചെയ്യാനൊക്കെ പറഞ്ഞിട്ടുണ്ടാവുമല്ലോ. അപ്പം അതിനെക്കുറിച്ചുള്ള എവിഡൻസ് ആയിരുന്നു ആ മൊബൈലിനുള്ളിൽ. അത് കണ്ടിട്ട് നവ്യയാണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിയാണ്ട് ഇങ്ങനെ വല്ലാണ്ട് ഷോക്കായി നിൽക്കണം. അതേസമയത്ത് നയനയും വല്ലാണ്ട് ഷോക്കായി പോവാണ്. എല്ലാവരും അഭി മാറിയിട്ടുണ്ട്, അഭി ശരിക്കും നവ്യേനെ കെയർ ചെയ്യുന്നുണ്ടെന്നൊക്കെ കരുതിയതല്ലേ. പക്ഷെ അതൊക്കെ അഭിയുടെ അഭിനയമായിരുന്നു എന്ന് പറഞ്ഞു, അഭിയായിരുന്നു നവ്യേനെ ചതിച്ചതെന്നൊക്കെ അറിഞ്ഞ് കഴിഞ്ഞപ്പോൾ നവ്യയ്ക്ക് അത് ഒട്ടും സഹിക്കാൻ പറ്റുന്നില്ല. എൻ്റെ കഴുത്തിൽ താലി കെട്ടിയിട്ട് എൻ്റെ കൊച്ചിൻ്റെ അച്ഛനാകാൻ പോകുന്ന ആൾ തന്നെയാണല്ലോ എന്നെ ഇത്രയേറെ മോശക്കാരിയാക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെയൊക്കെ ചെയ്തതെന്നൊക്കെ പറഞ്ഞിട്ട് നവ്യയാണെങ്കിൽ ആകെ തളർന്നു പോവുകയാണ്. അപ്പോൾ നയന പറയുന്നുണ്ട്, ചേച്ചി ഇതൊക്കെ മുമ്പ് നടന്ന കാര്യങ്ങളല്ലേ, അഭി ഇപ്പോൾ മാറിയിട്ടുണ്ടാവും, ഒരു പക്ഷേ അഭിക്ക് ഇപ്പോൾ നല്ല കുറ്റബോധം ഉണ്ടാവും എന്നൊക്കെ പറയുമ്പോൾ നവ്യ പറയാണ്, കുറ്റബോധമോ അവനോ, ഒരിക്കലുമില്ല, അങ്ങനെ കുറ്റബോധം ഉണ്ടായിരുന്നെങ്കിൽ അവൻ തന്നെ എല്ലാ കാര്യങ്ങളും എന്നോട് തുറന്ന് പറഞ്ഞേനെ, എനിക്കങ്ങനെ ഒരു തെറ്റ് പറ്റിയതാണ്, നീ എന്നോട് ക്ഷമിക്കുന്ന അവൻ എന്നോട് പറഞ്ഞേനെ, പക്ഷേ അവൻ ഇതുവരെ ചെയ്തില്ലല്ലോ, അവനൊരു കുറ്റബോധവും ഇല്ല. അത് മാത്രമല്ല ഇപ്പം അവൻ ഈ കാണിക്കുന്ന സ്നേഹം മൊത്തം അഭിനയമാണ്, അവൻ മാറിയെന്ന് വിശ്വസിച്ച് ഞാനാ മണ്ടി, എനിക്കിത് വേണം, അവനെ തന്നെ വേണമെന്ന് പറഞ്ഞ് വാശി പിടിച്ച് കല്യാണം കഴിച്ചതല്ലേ, അതുകൊണ്ട് എനിക്ക് കിട്ടിയ ശിക്ഷയാണിത്, ഇതിനി ഞാൻ ജീവിതകാലം മൊത്തം അനുഭവിക്കേണ്ടി വരുമെന്ന് പറയണം. അങ്ങനെ ഓരോന്ന് പറഞ്ഞ് നവ്യ ഇങ്ങനെ കരഞ്ഞ് തളർന്നിരിക്കുമ്പോൾ എങ്കിലും നന്ദു വിളിക്കുന്നുണ്ട് അവർ. നന്ദു വിളിച്ചിട്ട് നന്ദു പറയും, അങ്ങനെ എൻ്റെ ഫ്രണ്ട് എന്നോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞു, ഞാൻ എല്ലാം അറിഞ്ഞു, എല്ലാം ക്ഷമിച്ചു കൊടുക്കുന്നതുകൊണ്ടാണ് അഭി ഇങ്ങനെ വീണ്ടും വീണ്ടും തെറ്റ് ചെയ്യുന്നത്, നിങ്ങൾ ഉറപ്പായിട്ടും ഈ എവിഡൻസ് വെച്ചിട്ട് അഭിക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്യണം, അവൻ കുറച്ച് നാൾ ജയിലിൽ കിടക്കട്ടെ, അപ്പോഴേ അവൻ ചെയ്ത തെറ്റ് അവൻ പഠിക്കത്തുള്ളൂ എന്ന് പറയും. നയന പറയും, അതൊന്നും അല്ല വേണ്ടത്, അഭിയെ എങ്ങനെയും മാറ്റിയെടുക്കണം, നവ്യ ചേച്ചിയോടും കുഞ്ഞിനോടും ഒക്കെ സ്നേഹമുള്ള ഒരാളായിട്ട് അവനെ മാറ്റിയെടുക്കുകയാണ് വേണ്ടതെന്ന് പറയും. അപ്പോൾ നവ്യ പറയും, അതൊരിക്കലും പറ്റില്ല, അവനൊരിക്കലും മാറില്ല, മാറാൻ അവൻ്റെ അമ്മ സമ്മതിക്കത്തുമില്ല എന്ന് പറയും. അപ്പോൾ നയന പറയും, ഈ ഒരു മെസ്സേജ് മാത്രം കൊണ്ടുപോയിട്ട് നമ്മൾ അവനെ ചോദ്യം ചെയ്താൽ അവനൊന്നും സമ്മതിച്ച് തരില്ല, അവൻ നല്ല വിദഗ്ധമായിട്ട് മുങ്ങിപ്പോകത്തേ ഉള്ളൂ എന്ന് പറയും.
നയന പറയും നമ്മൾ കുറച്ച് ക്ഷമിക്കുക. അവർ ചെയ്യുന്ന എല്ലാ തെറ്റുകൾക്കും വളരെ നല്ല വ്യക്തതയോടെ എല്ലാ തെളിവും ശേഖരിച്ചതിന് ശേഷം വേണം അവനെ എല്ലാവരുടെ മുന്നിലും വെച്ചും ചോദ്യം ചെയ്യാൻ. അവനൊരിക്കലും രക്ഷപ്പെടാൻ സാധിക്കരുത്. ആ ഒരു അവസരം വരുന്നത് വരെ നമ്മൾ വെയിറ്റ് ചെയ്തേ പറ്റൂ എന്ന് പറഞ്ഞിട്ട് അവർ 3 പേരും കൂടി അവിയുടെ എല്ലാ കള്ളത്തരങ്ങളും പൊളിച്ചടുക്കുമെന്ന് ഉറച്ച തീരുമാനത്തിലെത്തുവാണ്.